ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി സൗഹൃദ ക്ലബ്ബ് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പഠനം എന്ന സമ്മർദ്ദം മാത്രമായിരിക്കില്ല വിദ്യാർത്ഥികളെ അലട്ടുന്ന പ്രശ്നങ്ങൾ. അതിനാൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും സാധിക്കേണ്ടതാണ്. ഈയൊരു ലക്ഷ്യവുമായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന സൗഹൃദ ക്ലബ്ബ് വിജയകരമാവുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിൻവലിച്ച എല്ലാ കേസുകളെക്കുറിച്ചും ജുഡീഷ്യൽ റിവ്യൂ നടത്തണമെന്ന് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ശ്രീധരൻപിള്ള. കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിദ്യാലയങ്ങളിൽ സൗഹൃദ ക്ലബ്ബുകൾ ഒരുങ്ങുന്നു. ഇറക്കുമതി ചെയ്യുന്ന നാണ്യവിളയ്ക്ക് കേന്ദ്ര സർക്കാർ തീരുവ വർദ്ധിപ്പിക്കണമെന്ന് PTA റഹീം MLA. വാർത്തകൾ വിശദമായി. MG കോളേജിലെ RSS ABVP പ്രവർത്തകർ ഉൾപ്പെട്ട കേസ് പിൻവലിച്ചത് CPM വിവാദമാക്കിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിൽ പിൻവലിച്ച കേസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. ഈ കേസുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ധവളപത്രം ഇറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നു, CPM ആണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ പിണറായി വിജയനോടും അച്യുതാനന്ദനോടും കോടിയേരി ബാലകൃഷ്ണനോടും ആവശ്യപ്പെടുന്നു, ധൈര്യമുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിനിടയിൽ കേരളത്തിൽ ഇങ്ങനെ 4000-ഓളം കേസുകളിലെ പ്രതികളെ പ്രോസിക്യൂഷൻ വിഡ്രോ ചെയ്ത കോടതി അനുമതി നൽകിയ കേസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കണം. അങ്ങനെ വിധേയമാക്കുമ്പോൾ ഗൾഫിലുള്ള മക്കൾ വരേണ്ടി വരും. പ്രതിപക്ഷ നേതാവിന്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, CPM നേതാക്കന്മാരെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങള്, അവരൊക്കെ കോടതി കയറേണ്ടി വരും. കോഴിക്കോട്ടെ സുന്ദരിയമ്മ വധക്കേസിൽ നിരപരാധികളെ പ്രതിയാക്കി കൃത്രിമ തെളിവുണ്ടാക്കിയ കുറ്റത്തിന് പോലീസുകാരെ ശിക്ഷിച്ചത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. പോലീസ് നടത്തുന്ന ക്രൂരതകൾക്ക് നടപടികൾ ആവശ്യമാണ്. എന്നാൽ സർക്കാർ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി ക്രൂരത പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കേസുകളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് തന്നെ ആക്ഷൻ എടുക്കേണ്ടത്. കോടതിയുടെ ജഡ്ജ്മെന്റ് ഇക്കാര്യം പറഞ്ഞ് അയച്ചു കൊടുത്താൽ നടപടിയെടുക്കാത്ത പ്രദേശമാണ് കേരളം. അതുകൊണ്ട് ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, ഇത്തരത്തിൽ കോടതി പരാമർശം നടത്തിയ കേസുകളിൽ ആരുടെയൊക്കെ പേരുകളുണ്ടോ അവരെ ഉടനടി സസ്പെൻഡ് ചെയ്ത് ആ ശിക്ഷണ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സൗഹൃദ ക്ലബ്ബുകൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗം, കരിയർ ഗൈഡൻസ് ഓഫ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന റിഫ്രഷർ ട്രെയിനിംഗ് പ്രോഗ്രാമായ സൗഹൃദ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗവും കരിയർ ഗൈഡൻസ് ഓഫ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന റിഫ്രഷർ ട്രെയിനിംഗ് പ്രോഗ്രാമായ സൗഹൃദ ക്ലബിന് തുടക്കമായി. ഈസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൌസിൽ ഡോക്ടർ MK മുനീർ സൗഹൃദ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സൗഹൃദ ക്ലബ്ബുകൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പദ്ധതിയുടെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ സന്നിഹിതരാണ്. ഇതെല്ലാം ഒരു ശുഭസൂചനയായി ഞാൻ കാണുകയാണ്. സാമൂഹ്യ നീതി വകുപ്പും
കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ CM അസീം അധ്യക്ഷം വഹിച്ചു. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ AA നൌഷാദ്, അക്കാദമിക് ജില്ലാ കോർഡിനേറ്റർ PK രാജൻ, GHSS ഈസ്റ്റ് ഹിൽ പ്രിൻസിപ്പൽ P മീര, C ബിജു, P ബീന, കബീർ പരപ്പൊയിൽ, നിസാർ ചേലേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൌൺസിലിംഗ് സെല്ലിന്റെ ദേശീയ ട്രെയിനർ M രാജൻ ക്ലാസ് എടുത്തു. പുതിയാപ്പ ഹാർബറിൽ അടിഞ്ഞുകൂടുന്ന മണ്ണും ചെളിയും നീക്കണമെന്നാവശ്യപ്പെട്ട് BJP പുതിയാപ്പ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയാപ്പ ഹാർബറിലെ ടോൾ ബൂത്ത് ഉപരോധിച്ചു. BJP സംസ്ഥാന സമിതി അംഗം K ജയചന്ദ്രൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. പുതിയാപ്പ ഹാർബറിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടുന്ന മണ്ണും ചെളിയും നീക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പുതിയാപ്പ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയാപ്പ ഹാർബറിലെ ടോൾ ബൂത്ത് ഉപരോധിച്ചത്. BJP സംസ്ഥാന സമിതി അംഗം K ജയചന്ദ്രൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന കൌൺസിൽ അംഗം A ജനാർദ്ദനൻ, മേഖലാ കൺവീനർ MK അനിൽകുമാർ, കൃഷ്ണകുമാർ, TK രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. 9 മാസം മുൻപാണ് മണ്ണ് നീക്കൽ പ്രവൃത്തി മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നാളിതുവരെയായിട്ടും ഹാർബർ എഞ്ചിനീയർമാർ മണ്ണ് നീക്കൽ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. മണ്ണ് അടിഞ്ഞുകൂടിയതു കാരണം മത്സ്യബന്ധന ബോട്ടുകൾക്ക് തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണിന്ന്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ വെച്ച് അപകടങ്ങൾ സംഭവിച്ചാൽ കരയിലേക്ക് എത്തിക്കാനും സാധിക്കുന്നില്ല. ഈയൊരു സാഹചര്യത്തിലാണ് BJP പുതിയാപ്പ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത്. ഇറക്കുമതി ചെയ്യുന്ന നാണ്യവിളയ്ക്ക് കേന്ദ്ര സർക്കാർ തീരുവ വർദ്ധിപ്പിക്കണമെന്ന് MLA PTA റഹീം പറഞ്ഞു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാനതല നാളികേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റഹീം. ഇറക്കുമതി ചെയ്യുന്ന നാണ്യവിളകൾക്ക് നികുതി വർധന ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ മാത്രമേ കേര കർഷകർക്കും തൊഴിലാളികൾക്കും ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് MLA PTA റഹീം പറഞ്ഞു. നാളികേര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാനതല നാളികേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പുരുഷ വനിതാ കർഷകരെ ആദരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തി പുതിയ കൃഷി പ്രോത്സാഹിപ്പിച്ച് നന്നായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. കോട്ടയം, അടുത്തൊരു കാസർഗോഡ് ജില്ലയില്, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നാളികേര കൃഷിക്ക് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. റബ്ബർ അമിതമായി ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന റബ്ബറിന് നല്ല അല്ലെങ്കിൽ ഒരു തുലനം വരുന്ന രീതിയിലുള്ള ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയാൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് ഇത്രയൊന്നും കൂലങ്കഷമായി ചിന്തിക്കേണ്ട വിഷയമൊന്നുമല്ല ഇത്. CFAC സംസ്ഥാന പ്രസിഡന്റ് എളമന ഹരിദാസ് അധ്യക്ഷം വഹിച്ചു. NVB നായർ, CAFSCC ജനറൽ സെക്രട്ടറി KM സുരേഷ് ബാബു, CFACC ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് KG രവി, ജില്ലാ പഞ്ചായത്ത് അംഗം കമല R പണിക്കർ, ജനതാദൾ S ജില്ലാ സെക്രട്ടറി അംഗത്തിൽ അജയകുമാർ, RSP ജില്ലാ സെക്രട്ടറി KP രാജൻ, PK നസീർ, KP പ്രകാശൻ, FOI സംസ്ഥാന ജനറൽ സെക്രട്ടറി അംഭൂരി രവീന്ദ്രൻ, OP കോയ, ഷാജി CS, P ശങ്കരൻ നടുവണ്ണൂർ, അരുന്ധതി രാജൻ എന്നിവർ സംസാരിച്ചു. മണൽ കരിങ്കൽ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, മണൽ കരിങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ കളക്ടറേറ്റിൽ ധർണ നടത്തി. BMS കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി സ്റ്റേറ്റ് ട്രഷറർ സെയ്തു തിരുവങ്കിടം ധർണ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മണൽ കരിങ്കൽ തൊഴിലാളികൾ കലക്ടറേറ്റ് ധർണ നടത്തി. മണൽ കരിങ്കൽ മേഖലയിലെ പ്രശ്നം പരിഹരിക്കുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വിവിധ തൊഴിലാളി സംഘടനകളായ CITU, AITUC, INTUC, BMS, HMS, INLSC, STU എന്നീ സംയുക്ത തൊഴിലാളി സംഘടനകളാണ് ധർണ നടത്തിയത്. BMS കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി സ്റ്റേറ്റ് ട്രഷറർ സേതു തിരുവങ്കിടം ധർണ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഇന്റർവ്യൂകൾ നടത്തി. ഇപ്പം പണിക്ക് പോകുന്നുണ്ടോ, പ്രസവിച്ചു കൊടുക്കുന്ന സ്ത്രീ പണിക്ക് പോകുന്നുണ്ടോ ചോദിച്ചാൽ എന്താ എന്നൊക്കെ പറയാം. ആ രൂപത്തിലേക്കുള്ള ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ടാണ് പ്രസവാനുകൂല്യത്തിനുള്ള ആനുകൂല്യത്തിൽ അപേക്ഷ പരിഗണിക്കുന്നതും. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കാരണത്താൽ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ജോലിക്ക് പോയില്ല എന്ന ഒരു കാരണത്താൽ ആനുകൂല്യം നിഷേധിച്ച ചില അനുഭവങ്ങളും നമ്മുടെ ജില്ലകളിൽ ഉണ്ടാവുന്നുണ്ട്. അത്തരം അനീതികൾക്കെതിരായി CITU സംസ്ഥാന സമിതി അംഗം PT രാജൻ, INLC ജില്ലാ സമിതി അംഗം TK സ്വാമി, STU ജില്ലാ സമിതി അംഗം മുനീർ, AITUC ജില്ലാ സമിതി അംഗം S സുന്ദരൻ, HMS നേതാവ് ബിജു ആന്റണി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ
ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. വനിതാ സുൽത്താൻമാരും മുസ്ലിം സ്വാതന്ത്ര്യ സമര നായികമാരും എന്ന വിഷയത്തിൽ മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ.എ. മുഹമ്മദ് അൻവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ സുൽത്താൻമാരും മുസ്ലിം സ്വാതന്ത്ര്യ സമര നായികമാരും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ.എ. മുഹമ്മദ് അൻവർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സമുദായത്തെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്രീമതി മുംതസ് അബ്ദുള്ള സ്വാതന്ത്ര്യ സമര രംഗത്തെ മുസ്ലിം സാന്നിധ്യത്തെക്കുറിച്ച് ഒട്ട് വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഇന്ന് ഈ ചോദ്യത്തെ എങ്ങനെയാണ് MES വനിതാ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗുരുവായൂരപ്പൻ കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ വി വാസന്തി മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ മുംതാസ് അബ്ദുള്ള അധ്യക്ഷം വഹിച്ചു. MES സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ഹുസൈൻ ഡണ്ടത്താണി, കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഷമീല ഫസൽ, PH മുഹമ്മദ്, CT സക്കീർ ഹുസൈൻ, PT അബ്ദുൽ ലത്തീഫ്, പ്രൊഫസർ B സീതാലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സിറ്റി നിർത്തലാക്കിയ കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കുകയും പണം വാങ്ങുകയും ചെയ്ത JDT ഇസ്ലാം ഇഗ്നോ കമ്മ്യൂണിറ്റി കോളേജിനെതിരെ വിദ്യാർത്ഥികൾ സമരത്തിനൊരുങ്ങുന്നു. കോഴ്സ് യൂണിവേഴ്സിറ്റി നിർത്തലാക്കിയ കാര്യം മാനേജ്മെന്റിന് അറിയാമായിരുന്നിട്ടും തങ്ങളോട് മറച്ചുവെച്ചുകൊണ്ട് കബളിപ്പിച്ചു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ വിഷയം നടക്കുന്നു. ഇങ്ങനൊരു വിഷയമുള്ള സമയത്ത് തന്നെയാണ് അവർ ഫസ്റ്റ് സെക്കൻഡ് ബാച്ചിന് അഡ്മിഷൻ എടുക്കുന്നത്. ഈ കോഴ്സ് റദ്ദാക്കുകയും എല്ലാ കാര്യങ്ങളും അനിശ്ചിതത്തിലായിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിന്റെ പുറത്തും കേരളത്തിലുള്ള മറ്റു കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്ത സമയത്താണ് ഇഗ്നോ JDT ഇസ്ലാം ഇഗ്നോ കമ്മ്യൂണിറ്റി കോളേജ് വേറൊരു അഡ്മിഷൻ എടുക്കുകയും വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റ് കൊടുക്കുകയും ചെയ്യുന്നത്. റെഗുലർ കോളേജ് എന്ന പേരിലാണ് ഇല്ലാത്ത കോഴ്സിനായി അഡ്മിഷൻ എടുത്തത്. ഡിസ്റ്റൻസ് കോഴ്സാണ് എന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് കുട്ടികളെ ചേർത്തത്. ആദ്യത്തെ 2 പരീക്ഷകൾ അവസാനിക്കുകയും റിസൾട്ട് വരാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാത്രമാണ് ഈ കോഴ്സ് യൂണിവേഴ്സിറ്റി നിർത്തലാക്കിയെന്ന സത്യം അറിയുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇല്ലാത്ത കോഴ്സിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ 3 വർഷവും പണവും നഷ്ടപ്പെടുത്തിയ JDT ഇസ്ലാം ഇഗ്നോ കമ്മ്യൂണിറ്റി കോളേജ് അധികാരികൾക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. കൊയിലാണ്ടി തിരുവങ്ങൂർ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണം. വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാല, വെള്ളിമാല, വെള്ളിക്കിണ്ടികൾ അടക്കമുള്ള സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പൂജാരിയില്ലാത്ത സമയത്താണ് മോഷ്ടാവ് കവർച്ച നടത്തിയത്. കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയ്ക്ക് സമീപമുള്ള തിരുവങ്ങൂർ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണം നടന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30നും 7:00നും ഇടയിലാണ് മോഷണം നടന്നത്. നരസിംഹ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് പൂജാരി പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അവിടെ പൂജ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് നരസിംഹ ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി കണ്ടത്. വിഗ്രഹത്തിൽ ചാർത്തിയ 2 സ്വർണമാല, 1 വെള്ളിമാല, 2 വെള്ളിക്കിണ്ടികളടക്കമുള്ള സാധനങ്ങൾ കളവ് പോയി. സാധാരണ 2 പൂജാരിമാർ ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്നാൽ മോഷണം നടന്ന ദിവസം ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള വെള്ളിന്റെ 2 മാല ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള കിണ്ണല്ല, കിണ്ടി, വലിയ കിണ്ടിയാണ്, അത് 2 എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ദീപാരാധന കഴിഞ്ഞിട്ട് ശാന്തി തിരുമേനി അങ്ങോട്ട് പോയപ്പം പിന്നെ ഇവിടെ കയറിയിട്ട് ഇതുപോലെ ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു, 1.25 പവൻ, പിന്നെ അതുപോലെ കിണ്ടി, ഇത്രയും സാധനങ്ങൾ എടുത്ത്
കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. SI മോഹനൻ, അഹമ്മദ് ഷെരീഫ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വടകരയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധൻ C ശശികുമാർ, എക്സ്പെർട്ട് രഞ്ജിത്ത് എന്നിവർ പരിശോധന നടത്തി. ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കെത്തിയ സംശയമുള്ളവരുടെ രൂപരേഖ തയ്യാറാക്കി അന്വേഷണം നടത്തുന്നുണ്ട്. IPC 380, 457 പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ശാസ്ത്രബോധത്തോടൊപ്പം വ്യക്തിചിന്തയും കൂടി കുട്ടികളിൽ വളർത്തുവാനായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രാവബോധന ക്യാമ്പയിൻ ആരംഭിച്ചു. BEM സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല ഉദ്ഘാടനം ചെയ്തു. കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് അധ്യാപകൻ നിൽക്കുന്നത് കണ്ട വിദ്യാർത്ഥിനികൾ അത്ഭുതത്തോടെ കൈയടിച്ചു. തുടർന്ന് തന്റെ കയ്യിലുള്ള കർപ്പൂരാഗ്നി സ്വയം വായിലേക്കിട്ടതോടെ അത്ഭുതവും ആകാംക്ഷയുമായി. പിന്നെ ഒരു അന്താളിപ്പും. അധ്യാപകന്റെ വിസ്മയത്തുമ്പിൽ നിന്ന് ഈ പരീക്ഷണം ഏറ്റെടുത്ത 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സാനിയ സുൽത്താന ഭാവപകർച്ചയില്ലാതെ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കി. പിന്നീട് ഈ അദ്ഭുത രഹസ്യം എന്തെന്നറിയാനായിരുന്നു കുട്ടികളുടെ ആകാംക്ഷ. കർപ്പൂരം ചൂടാകാൻ സമയമെടുക്കുന്നതിനാൽ പൊള്ളലേൽക്കില്ലെന്നും കത്തുന്ന കർപ്പൂരം വായ്ക്കുള്ളിലാക്കി ഉടൻ വായ അടച്ചാൽ ഓക്സിജൻ ലഭിക്കാത്തതിനാൽ പൊള്ളലേൽക്കില്ലെന്നും അധ്യാപകൻ വിശദീകരിച്ചു. ആകാംക്ഷയും അദ്ഭുതവും നിഴലിച്ചു നിന്ന അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു കോഴിക്കോട് BEM ഹൈസ്കൂളിൽ അരങ്ങേറിയത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രാവബോധന ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്ന മിറാക്കിൾ ഷോയിലാണ് ഭാവപകർച്ച നിറഞ്ഞ പരിപാടികൾ അവതരിപ്പിച്ചത്. മന്ത്രവാദത്തിനും തട്ടിപ്പുകൾക്കുമെതിരെയുള്ള ശാസ്ത്ര തത്വങ്ങൾ പരിഷത്ത് പ്രവർത്തകർ അവതരിപ്പിച്ചു. മുറിവില്ലാതെ ചോര വരുത്താൻ ഫെറിക് ക്ലോറൈഡ്, അമോണിയം ടയോസൈനേറ്റ് എന്നിവ മതിയെന്നും വൈറ്റ് ഫോസ്ഫറസും കാർബൺ ട്രയോക്ലോറൈഡും ചേർത്ത് പുരട്ടിയാൽ തലയോട്ടിക്ക് ആരും തീ കൊളുത്താതെ തീപിടിക്കുമെന്നും പരിഷത്ത് പ്രവർത്തകർ വിവരിച്ചു. സാമൂഹിക തിന്മകൾക്കെതിരെ എന്നും ബോധവൽക്കരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായാണ് ശാസ്ത്രാവബോധന ക്യാമ്പയിൻ നടത്തുന്നത്. CV രാമൻ ദിനമായ നവംബർ 7 മുതൽ ശാസ്ത്ര ദിനമായ ഫെബ്രുവരി 28 വരെയാണ് പരിഷത്തിന്റെ ക്യാമ്പയിൻ. കുട്ടികളിൽ ശാസ്ത്രാവബോധത്തോടൊപ്പം വ്യക്തിചിന്തയും കൂടി വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രാവബോധന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ BEM സ്കൂൾ പ്രധാനാധ്യാപിക വത്സല ജോൺ അധ്യക്ഷത വഹിച്ചു. P പ്രസാദ്, A സുരേഷ്, A സുരേന്ദ്രൻ, സത്യപാലൻ, മോഹനൻ മണലിൽ, K പ്രഭാകരൻ, P വിജയൻ എന്നിവർ സംസാരിച്ചു. BSNL സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BSNL എംപ്ലോയീസ് യൂണിയൻ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BSNL സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BSNL എംപ്ലോയീസ് യൂണിയൻ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായ BSNL വരിക്കാർക്ക് പരിമിതമായ സേവനങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം പറയുമ്പോഴും സാമ്പത്തിക രംഗത്ത് തളർച്ചയാണ് BSNL രേഖപ്പെടുത്തുന്നതെന്നും ജനകീയ സദസ്സ് കുറ്റപ്പെടുത്തി. മലാപ്പറമ്പ് AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ BSNL എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. BSNL സർക്കിൾ മഹിളാ കൺവീനർ V ഭാഗ്യലക്ഷ്മി, ബാസി മലാപ്പറമ്പ്, M വിജയകുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്തനാർബുദ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കേരളത്തിൽ സ്തനാർബുദം ബാധിച്ച സ്ത്രീകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നതായി മിംസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. ശില്പശാലയിൽ ക്ലാസ് എടുക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സ്തനാർബുദം ബാധിച്ച സ്ത്രീകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നതായി മിംസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ അഭിപ്രായപ്പെട്ടു. ചികിത്സയ്ക്കെത്തുന്ന 4-ൽ ഒരാൾക്ക് സ്തനാർബുദം റിപ്പോർട്ട് ചെയ്തു. മുൻപ് 80% രോഗവും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതായിരുന്നു. എന്നാൽ നിരന്തര ബോധവൽക്കരണം മൂലം സ്ഥിതി മാറി. രോഗം തുടക്കത്തിലെ അറിഞ്ഞാൽ വിദഗ്ധ ചികിത്സയുണ്ട്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കണം. സംശയം തോന്നിയാൽ പരിശോധന നടത്തി തുടക്കത്തിലെ ചികിത്സ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാലയിൽ ക്ലാസ് എടുക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് സ്ഥാനാർബുദം, കാരണങ്ങൾ എന്തെല്ലാം, എങ്ങനെ തിരിച്ചറിയാം, രോഗം തടയാൻ കഴിയുമോ, ചികിത്സകൾ എന്തെല്ലാം എന്നിവ വിശദീകരിച്ച ഡോക്ടർ ശില്പശാലയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ശശികുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഷാഹുൽ ഹമീദ്, പോലീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ടി ശശിധരൻ, ജില്ലാ സെക്രട്ടറി ഇ ജയരാജൻ, പ്രതീക്ഷാ പ്രസിഡന്റ് അശോകൻ ആലപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. വനിതാ പോലീസുകാർ, കമ്മീഷൻ ഓഫീസിലെ വനിതാ ജീവനക്കാർ, പോലീസുകാരുടെ ഭാര്യമാർ തുടങ്ങി 100-ൽ പരം വനിതകൾ ക്ലാസിൽ സംബന്ധിച്ചു. പുലരിയുടെ തിളക്കം ആവാഹിച്ച് വിദ്യാർത്ഥികൾ പകർത്തിയ ഫോട്ടോകളുടെ പ്രദർശനം ലളിതകലാ ഗാലറിയിൽ ശ്രദ്ധേയമാവുന്നു. ഗ്ലിറ്റ്സ് ഓഫ് ദി ഡൗൺ എന്ന് പേരിട്ട പ്രദർശനത്തിൽ നിത്യജീവിതത്തിലെ അതീവ സാധാരണമായ സംഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രദർശനം 19-ന് സമാപിക്കും. പുലരിയുടെ തിളക്കവും നൈർമല്യവും തുടിക്കുന്ന ഒരു കൂട്ടം ചിത്രങ്ങളുമായി IIKM-ലെ വിദ്യാർത്ഥികൾ ഗ്ലിറ്റ്സ് ഓഫ് ഡൗൺ എന്ന പേരിട്ട ഫോട്ടോ പ്രദർശനത്തിൽ നിത്യജീവിതത്തിലെ അതീവ സാധാരണമായ സംഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 7 വിദ്യാർത്ഥികൾ പലപ്പോഴായി എടുത്ത 57 ഫോട്ടോകളാണ് ഗാലറിയിലെ പ്രദർശനത്തിലുള്ളത്. ഇളം നീലയിൽ നിറഞ്ഞു തുളുമ്പുന്ന ഓളപ്പരപ്പുകൾ, പ്രകൃതിയെ ചുവപ്പുടിപ്പിക്കുന്ന പ്രഭാതോദയം, അസ്തമന സൂര്യനെ സാക്ഷിയാക്കി നാടുചുറ്റുന്ന ദേശാടന പക്ഷികൾ, സൂര്യവെളിച്ചം തലയിലണിഞ്ഞ് സൗന്ദര്യം വിതറുന്ന മഞ്ഞുതുള്ളി തുടങ്ങി പ്രകൃതിയുടെ വശ്യദൃശ്യങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഇതോടൊപ്പം കാഴ്ചക്കാരെ നൊമ്പരപ്പെടുത്തുന്ന ചിത്രങ്ങളുമുണ്ട്. ചങ്ങലക്കിട്ട ആനയുടെ കാലുകൾ, മനുഷ്യന്റെ കാൽക്കീഴിൽ അമർന്നു ഞെരുങ്ങുന്ന ഞണ്ട്, മൂക്ക് കയറിട്ട ഒട്ടകം, മാലിന്യം നിറച്ച് നശിപ്പിച്ച തടാകം തുടങ്ങി മനുഷ്യന്റെ ക്രൂരപ്രവൃത്തികൾ ഒപ്പിയെടുത്തിട്ടുണ്ട് കുട്ടികളുടെ ക്യാമറ കണ്ണുകൾ. ബലൂണിനൊപ്പം സ്വപ്നങ്ങളും വിൽക്കുന്ന നാടോടി പെൺകുട്ടിയും, ക്യാമറയിൽ തന്റെ പടം കണ്ടിച്ചിരിക്കുന്ന ഭിക്ഷക്കാരിയും, മുഖമൂടിക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് അത് വിൽക്കുന്ന മനുഷ്യനും പിന്തുടരുന്ന കാഴ്ചകളാകുന്നു. കടൽ കാണുന്ന പെൺകുട്ടികളെ നോക്കിയിരിക്കുന്ന പൂവാലന്മാർ, കടൽ തീരത്ത് തനിച്ചിരിക്കുന്ന പെണ്ണിനെ തുറച്ചു നോക്കുന്നവൻ എന്നിങ്ങനെ സമൂഹത്തിലെ മോശം പ്രവണതകളും വിദ്യാർത്ഥികൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 6 പേര് ചേർന്ന് നടത്തുന്ന ഒരു എക്സിബിഷനാണിത്, ഗ്ലിറ്റ്സ് ഓഫ് ദ ഡോൺ. ഞങ്ങളിപ്പോൾ ഫൈനൽ ഇയർ ആണ്, BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേര് ഇപ്പോൾ പാസ് ഔട്ടായി ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ഇത് നടത്താനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോട്ടിവേഷൻ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സാറാണ് പി മുസ്തഫ. IIMK-ലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ BCA വിദ്യാർത്ഥികളായ PC ആദിത്യൻ, അമീർനാഥ്, ആർദ്ര രാംദാസ്, ഫർഹാൻ ഹമീദ്, രാഹുൽ കൃഷ്ണ, RK രോഹിത് തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഫോട്ടോഗ്രാഫർ പി മുസ്തഫ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അജീബ് കോമാച്ചി ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെയുള്ള പ്രദർശനം ഈ മാസം 19 വരെ തുടരും. ശമ്പള പരിഷ്കരണം ത്വരിതപ്പെടുത്തുക, കിട്ടാക്കടങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാർ ബെഫി നേതൃത്വത്തിൽ ധർണ നടത്തി. മാനാഞ്ചിറ ആദായനികുതി ഓഫീസ് പരിസരത്ത് നടന്ന ധർണ അഖിലേന്ത്യാ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ജീവനക്കാർ ബെഫി നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണം ത്വരിതപ്പെടുത്തുക, കിട്ടാക്കടങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക, ബാങ്ക് ലയനങ്ങളും സ്വകാര്യവൽക്കരണവും ഉപേക്ഷിക്കുക, നാഷണൽ റൂറൽ ബാങ്ക് രൂപീകരിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, കരാർ തൊഴിലാളികൾക്ക് മിനിമം വേതനം, PF ESI ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാനാഞ്ചിറ ആദായനികുതി ഓഫീസ് പരിസരത്തായിരുന്നു ധർണ. അഖിലേന്ത്യാ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ അങ്ങനത്തെ സാമ്രാജ്യ ശക്തികൾക്കൊന്നും തന്നെ ഇന്ത്യയെ ഒരു നല്ല വഴിക്ക് കൊണ്ടുപോകുന്നതിന് നയിക്കുന്നതിനുമുള്ള ഒരു പരിപാടികൾ ഉണ്ടായിരുന്നില്ല. C രാജീവൻ, M മോഹനൻ, AK ധർമ്മദാസ് എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റ് കോഴിക്കോട് ശാരദ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ PTA പ്രസിഡന്റ് ഇന്ദു P അധ്യക്ഷം വഹിച്ചു.
KP അബ്ദുൽ നാസർ സ്വാഗതവും ഉസ്മാൻ കോയ, ഷഹർ ബാനു, മധുജിത്ത്, ബിന്ദു വിനോദ്, വിന്യ, ശ്രീലത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. ജനറൽ കൺവീനർ അബ്ദുൽ നാസർ നന്ദി അറിയിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് കോഴിക്കോട് ശാരദ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപകൻ P. ജയചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി ശശികുമാർ, PTA വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മദർ PTA പ്രസിഡന്റ് T. പത്മിനി, പ്രധാനാധ്യാപിക V. ജീജ, അബ്ദുൽ വഹാബ്, രാജീവൻ, T. ഉമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും സമ്മാന വിതരണവും സംഘടിപ്പിച്ചിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകരോട് മാനേജ്മെന്റ് അനീതി കാണിച്ചിട്ടില്ലെന്ന് ചിന്മയ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. അധ്യാപകർക്കെല്ലാം കുട്ടികളുടെ ഫീസിന് ആനുപാതികമായി ശമ്പളം നൽകുന്നുണ്ട്. വിദ്യാലയത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നും പ്രസംഗങ്ങൾ ഉണ്ടായതിൽ മാനേജ്മെന്റിന് പ്രതിഷേധമുണ്ടെന്നും അടുത്ത അധ്യയന വർഷം മുതൽ ആനുപാതികമായി വേതന വർധനവ് നടത്താൻ മാനേജ്മെന്റ് തയ്യാറാണെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കടലുണ്ടി പേടിയാട്ടു ഭഗവതി ക്ഷേത്രത്തിലെ അവകാശ തർക്കങ്ങൾ പരിഹരിക്കണമെന്നും ക്ഷേത്രകാര്യങ്ങൾ കോമരത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആചാരപ്രകാരം നടത്തണമെന്നും ക്ഷേത്രത്തിൽ വന്നുചേരുന്ന സ്വർണവും പണവും സുതാര്യമായി പരിപാലിക്കണമെന്നും പുന്നോളി വളയനാട്ട് ഗോപാലകൃഷ്ണ മേനോൻ ഫറോക്ക് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുനത്തിൽ താഴം പുത്തൻവള്ളി വയൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എടക്കാട്ടെ ജനവാസ കേന്ദ്രത്തിൽ സ്വകാര്യ ആശുപത്രി സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ ഒക്ടോബർ 20-ന് പുത്തൻവള്ളി വയലിലേക്ക് ജനകീയ മാർച്ച് നടത്തും. ഈസ്റ്റ് ഹില്ലിൽ നിന്നും മാർച്ച് ആരംഭിക്കും. പുത്തൻവള്ളി വയലിന് സമീപം നടക്കുന്ന പൊതുസമ്മേളനം BJP നേതാവ് PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യുമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. SYS ഫാറൂഖ് സർക്കിൾ, റെഡ് ക്രിസന്റ് ഹോസ്പിറ്റൽ, ചുങ്കം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാന്ത്വനം മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒക്ടോബർ 19-ന് ചുങ്കം ഗാദിസിയയിൽ നടക്കും. സയ്യിദ് ഇബ്രാഹിം ഗലീലുൽ ബുഖാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. SYS സർക്കിൾ പ്രസിഡന്റ് സയ്യിദ് സൊലാഹി തുറാബ് തങ്ങൾ അധ്യക്ഷം വഹിക്കും. പാവപ്പെട്ട രോഗികൾക്ക് മരുന്നുകൾ എത്തിച്ചു നൽകുന്ന സാന്ത്വനം വളണ്ടിയർമാരെയും അന്നേ ദിവസം നാടിന് സമർപ്പിക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യമുള്ള ജനത, ആരോഗ്യമുള്ള രാഷ്ട്രം എന്ന സന്ദേശവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ആരോഗ്യ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന കൂട്ടയോട്ടത്തിന് തുടക്കമായി. കൊയിലാണ്ടിയിൽ മണ്ഡലം പ്രസിഡന്റ് AV കബീർ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിവിഷണൽ പ്രസിഡന്റ് AP നാസിർ, KK സാദിഖ്, അബ്ദുള്ള കോയ എന്നിവർ സംബന്ധിച്ചു. യോഗ പ്രദർശനം, ആരോഗ്യ പോസ്റ്റർ പ്രദർശനം, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഒക്ടോബർ 30 വരെ നടക്കുന്ന കൂട്ടയോട്ടം 109 കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. മെട്രോപോളിസ് ലാബറട്ടറിയുടെ കോഴിക്കോട് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 18-ന് നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. ഡോക്ടർ MK മുനീർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മാവൂർ റോഡ് പട്ടേരിയിലാണ് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിൻവലിച്ച എല്ലാ കേസുകളെക്കുറിച്ചും ജുഡീഷ്യൽ റിവ്യൂ നടത്തണമെന്ന് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ശ്രീധരൻപിള്ള. കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിദ്യാലയങ്ങളിൽ സൗഹൃദ ക്ലബ്ബുകൾ ഒരുങ്ങുന്നു. ഇറക്കുമതി ചെയ്യുന്ന നാണ്യവിളയ്ക്ക് കേന്ദ്ര സർക്കാർ തീരുവ വർദ്ധിപ്പിക്കണമെന്ന് PTA റഹീം MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.